നമസ്കാരം. He rose again. This is why your story is not over. അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നിന്റെ ജീവിതവും ഇവിടെ അവസാനിക്കുന്നില്ല. പലപ്പോഴും തോന്നിയിട്ടില്ലേ, നമ്മുടെ ജീവിതം അവസാനിച്ചു, നമുക്കിനി മുന്നോട്ടൊരു യാത്രയില്ല, എല്ലാം തീർന്നു, എന്തു ചെയ്യും, ഇവിടെ തന്നെ എൻ്റെ അവസാനം. യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോഴും വേദനകൾ അനുഭവിച്ചു, കഷ്ടപ്പാടുണ്ടായിരുന്നു, ശരിക്കും പീഡനം അനുഭവിച്ചു. അവസാനം വേദനിച്ചു മരിച്ചു, കല്ലറയിൽ വെച്ചു. എല്ലാവരുടെയും പ്രതീക്ഷകൾ നശിച്ചു. എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേക്കാമെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏതൊരു തകർച്ചയിൽ നിന്നും ഏതൊരു അവസാനത്തിൽ നിന്നും നിനക്ക് തിരിച്ചു വരണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഈസ്റ്റർ ദിനമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ മെസ്സേജ് ഇതാണ്. ക്രൂശ് മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം അവസാനിക്കുന്നിടത്ത് നിന്നും നിനക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിനക്കും തിരിച്ചു വരാം. നിനക്കും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്. ഇന്നലെ വരെയുള്ള എല്ലാം മാറ്റിവെച്ചിട്ട് ഒരു പുതിയ ആളായിട്ട് നിനക്കും മാറാം. നിന്റെ ജീവിതത്തിൽ ഇനി ഉയർച്ചകൾ വരും. പക്ഷെ തളരരുത്, വിഷമിക്കരുത്. ഈ മെസ്സേജ് ഇതാണ്. ഈസ്റ്റർ ദിനത്തെ ആഘോഷങ്ങൾ മാത്രമല്ല, നമ്മളെ കാണിച്ചു തന്ന ആ വലിയ മെസ്സേജ് മനസ്സിലാക്കണം. എല്ലാത്തിൽ നിന്നും ദൈവപുത്രൻ തിരിച്ചു വന്നെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്കും ഏതൊരു പ്രയാസത്തിൽ നിന്നും ഏതൊരു വേദനയിൽ നിന്നും ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും തിരിച്ചു വരത്തക്ക രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ജീവിതം ഇവിടെ അവസാനിച്ചിട്ടില്ല, തുടങ്ങാൻ പോവുകയാണ്. ഈ ദിനത്തിൽ പുതിയൊരു ജീവിതവുമായി ഒത്തിരി ലക്ഷ്യങ്ങൾ നേടുവാൻ, ഒത്തിരി വിജയങ്ങൾ സമ്പാദിക്കുവാൻ, ജീവിതത്തിൽ ഉന്നതി നിലവാരത്തിലെത്തുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.